നമസ്കാരം. മഹിളാ കോൺഗ്രസിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്കു വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് രംഗത്ത്. രാഹുലിനെതിരെ പരാതി പറഞ്ഞപ്പോഴുള്ള ഷാഫി പറമ്പിൽ MPയുടെ മൗനം പരിഹാസമായി തോന്നിയെന്നും അവർ പറഞ്ഞു. താൻ പറഞ്ഞത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ തെളിവ് പുറത്തുവിടുമെന്നും അവർ മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. പാർട്ടി നടപടികളെയും സൈബർ ആക്രമണങ്ങളെയും ഭയപ്പെടുന്നില്ലെന്നും ഷഹനാസ് വ്യക്തമാക്കി. രാഹുൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഷഹനാസ് ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം വെളിപ്പെടുത്തിയത്. വീണ്ടും സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകുകയാണ് ഷഹനാസ്. എന്തായാലും ഷഹനാസിന്റെ വിശദീകരണത്തിന് ശേഷം ഷഹനാസിനെ സംഘടനയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്ന വാർത്തകളും വന്നിട്ടുണ്ട്. ഷഹനാസിനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ അല്ലെങ്കിൽ വിശദീകരണം നൽകുന്നതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും ഷഹനാസിനോട് ഒരു മുന്നറിയിപ്പ് നൽകാതെ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പുറത്താക്കിയത്. എന്തായാലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് MA ഷഹനാസ്. തനിക്ക് മാത്രമല്ല രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത്, മറ്റുള്ളവർക്കും സമാന അനുഭവം ഉണ്ടായെന്ന് അറിഞ്ഞതോടെയാണ് അന്ന് MLA ആയിരുന്ന ഷാഫി പറമ്പലിനോട് വിവരം സൂചിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. രാഹുലിനെ പോലെയുള്ളവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞാൻ ഷാഫിയോട് പറഞ്ഞത്. എന്നാൽ ഷാഫി അതിലൊരു പരിഗണനയും തന്നില്ല എന്ന വലിയ ആരോപണവും ഷഹനാസ് ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ അനുഭവമുണ്ടായ സ്ത്രീകളോട് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം ഷാഫിക്കുണ്ട്. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ ശക്തമായ തെളിവുകൾ നിരത്തും. അതിന് ഒരു മടിയുമില്ല. കാരണം അവരൊക്കെ അങ്ങനെ പറയും പ്രവർത്തിക്കും എന്നൊക്കെ അറിയാത്ത വിഡ്ഢിയല്ല ഞാൻ. ഒരു തെളിവുമില്ലാതെ പരസ്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു പൊട്ടിയല്ല ഞാൻ. ചിലപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമായിരിക്കും. എന്നിട്ട് പോലും ഞാനത് പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായ ഒരു സ്ത്രീപക്ഷം ഉണ്ടാകണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണെന്നും ഷഹനാസ് പറഞ്ഞു. ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായ സന്ദേശം അയച്ചതെന്നും ഷഹനാസ് പറഞ്ഞു. കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് രാഹുൽ മെസ്സേജ് അയച്ചിരുന്നു. വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണെന്നും യൂത്ത് കോൺഗ്രസിലെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാനാണെങ്കിൽ വീണ്ടും പോകാമെന്നും മറുപടി പറഞ്ഞു. അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നും നമ്മൾ രണ്ടാളും പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. അതിനുള്ള ഉത്തരം അന്ന് കൊടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മോശം പെരുമാറ്റം സംബന്ധിച്ച് കൃത്യമായ തെളിവുകളോടെ ഷാഫി പറമ്പലിന് മെസ്സേജ് അയച്ചിരുന്നുവെന്ന് ഷഹനാസ് പറയുന്നു. യൂത്ത് കോൺഗ്രസിൽ വനിതാ പ്രവർത്തകർക്ക് രാഹുൽ നിന്നും ലൈംഗിക അധിക്ഷേപം നേരിട്ടതായി തനിക്ക് അറിയാമെന്നും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്നപ്പോൾ വനിതകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും ഷഹനാസ് ആരോപിക്കുന്നുണ്ട്. രാഹുലിനെ അധ്യക്ഷനാക്കരുതെന്ന് താൻ ഷാഫിയോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നത് JS അഖിലിനെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം തള്ളിയാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ പ്രസിഡന്റ് ആക്കിയതെന്നും അവർ വെളിപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ മെമ്പർഷിപ്പ് ചേർത്താണ് രാഹുൽ അധ്യക്ഷനായതെന്ന ആരോപണം സംഘടനയിൽ നിന്ന് തന്നെ ഉയർന്നതാണെന്നും ഷഹനാസ് പറഞ്ഞു. MK മുനീർ MLA-യുമായി തന്നെ ചേർത്ത ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഇതിന്റെ ശബ്ദരേഖ അടക്കം ഷാഫി പറമ്പലിന് പരാതി നൽകിയിട്ടും തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പിന്നീട് ഉണ്ടായതെന്നും ഷഹനാസ് പറഞ്ഞു.